എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തോരൻ വെക്കാൻ പോവാം കേട്ടോ. വേറൊന്നുമല്ല, ഇത് പർപ്പിൾ കളറിലെ ക്യാരറ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ നേരത്തെ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ് കേട്ടോ. ഇത് ഒരു ഫാമിൽ നിന്ന് അവർക്ക് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ലുലുവിലൊക്കെ ഇതിൻ്റെ റെഡൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പർപ്പിൾ കളറിലെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഇതെങ്ങനെയാണ് തോരൻ വെക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുവാണ് ആദ്യമേ. ഇതിലും കുറച്ച് മണ്ണും പൊടിയും അഴുക്കുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണേ. കട്ട് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പുറം പർപ്പിളാണെങ്കിലും അകം നല്ലൊരു ബട്ടറിൻ്റെ കളറാണ് കേട്ടോ, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ്. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ചെയ്തിട്ട് സെറ്റാക്കാം. 4 ക്യാരറ്റായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് 4 ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. അപ്പോൾ നമ്മളെല്ലാ ക്യാരറ്റും പീൽ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി. അതിനുശേഷം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കുവാണേ. ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചോപ്പറിലിട്ട് കുത്തി അരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അല്ലാതെ കുത്തി അരിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ചോപ്പറിനകത്തോട്ടിട്ട് ഒന്ന് കുത്തി അരിഞ്ഞെടുക്കാനാണ്. ഇത് ശരിക്കും നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ഞാനോർത്ത് അകവും നമ്മൾ ബീറ്റ്റൂട്ടൊക്കെ പോലെ തന്നെ പർപ്പിളായിരിക്കുമെന്ന്. പിന്നെ ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പം കറക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് പർപ്പിൾ ക്യാരറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ ഗൂഗിളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഗൂഗിളിൽ പർപ്പിൾ ക്യാരറ്റ് എന്നും പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ പിക്ചർ കിട്ടും. പിന്നെ അതിൻ്റെ ഉൾഭാഗവും ഒക്കെ നമുക്ക് അതിനകത്ത് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചോപ്പറിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ചോപ്പറിലാകുമ്പോൾ അരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ചോപ്പർ വഴിയാണ് ഇങ്ങനെ കൊത്തി അരിയുന്നതെല്ലാം ചോപ്പർ വഴിയായിട്ടാണ് അരിയുന്നത്. അപ്പോൾ അങ്ങനെ 4 ക്യാരറ്റും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കൂട്ടത്തിൽ ഒരു പകുതി സവാള, ചെറിയ സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എരിവിനാവശ്യമായ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഞാൻ തോരൻ വയ്ക്കുമ്പോഴൊന്നും ചതച്ചെടുക്കത്തില്ല. എനിക്ക് ചതച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ വെറുതെ തേങ്ങ ഇടുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചതച്ചെടുക്കുന്നില്ല. ചതച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർ ചതച്ചെടുത്തോളുക. വെറുതെ തേങ്ങ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ നോർമലി തോരൻ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കും. അതാണ് എനിക്ക് തോരന് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തോരന് നല്ലൊരു രുചി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഒന്നുമില്ല, നമ്മൾ പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഈ മിക്സ് ഇതിനകത്ത് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടിരിക്കുന്നത് കൊണ്ട് കടുകിൻ്റെ കൂടെ വേറൊന്നും ഞാൻ ചേർത്തില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് ഒന്ന് ഒതുക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെക്കണം കേട്ടോ, ഒരുപാട് വലിയ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഒതുക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും നമുക്ക് ഈ ക്യാരറ്റൊക്കെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തോരനൊക്കെ ഏകദേശം ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. അടച്ചു വെച്ച് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഇളക്കി കൊടുത്ത് അങ്ങനെ എല്ലാം കൂടി ഒരു 5-8 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. സാധാരണ ക്യാരറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെ, പക്ഷേ ആ നമ്മുടെ സാധാരണ ഓറഞ്ച് കളറിലെ ക്യാരറ്റ് കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. എന്നാലും ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇനിയും കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇത് വാങ്ങിക്കാനായിട്ട്. റെഡ് കളറിലെ ക്യാരറ്റൊക്കെ ഞാൻ ലുലുവിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഈ ഓറഞ്ച് കളർ തന്നെയാണല്ലോ വാങ്ങലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.